വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശങ്ങൾക്ക് മറുപടിയുമായി ലീഗ്. വെള്ളാപ്പള്ളി RSSന്റെ നേതൃത്വത്തിലിരിക്കാനാണ് ഏറ്റവും അനുയോജ്യനെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി പറഞ്ഞു. ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിന്റെ നേതൃത്വത്തിലല്ല അദ്ദേഹം ഇരിക്കേണ്ടതെന്നും അവർ അഭിപ്രായപ്പെട്ടു. സർവമത മൈത്രിയും മാനവികതയും മതസാഹോദര്യവും വിളംബരം ചെയ്ത ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള പ്രസ്ഥാനത്തെയും പ്രസ്ഥാന ബന്ധുക്കളെയും അവഹേളിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത്. ഗുരു ആഹ്വാനം ചെയ്തതിന് വിരുദ്ധമായി അനുയായികൾക്ക് മദ്യം വിളമ്പി മയക്കിക്കെടുത്തിയ ശേഷം ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന നടേശൻ സ്വയം അപഹാസ്യനാവുകയാണെന്നും വിമർശനമുണ്ട്. തിരൂരങ്ങാടിയിൽ AK ആന്റണിയെ ജയിപ്പിച്ച മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയവരാണ് മലപ്പുറത്തുകാരെന്ന് വെള്ളാപ്പള്ളി ഓർക്കണമെന്നും മുസ്ലിങ്ങളെപ്പോലെ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പലതവണ പലരും മുഖ്യമന്ത്രിമാരായിട്ടുണ്ടല്ലോ എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത ആശങ്കയാണ് മുസ്ലിം സമുദായത്തിൽ നിന്നൊരാൾ മുഖ്യമന്ത്രിയാകുമെന്ന സാങ്കല്പിക കാര്യത്തിന്റെ പേരിൽ നടേശൻ പ്രകടിപ്പിക്കുന്നതെന്ന് ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി. കാന്തപുരം പറയുന്നത് കേട്ട് കേരള സർക്കാർ ഭരിച്ചാൽ മതിയെന്ന സ്ഥിതിയാണ് നിലവിലുണ്ടായിരുന്നതെന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറിയായിരുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. കോട്ടയത്ത് SNDP നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാലും മലപ്പുറത്ത് പോയി ചോദിച്ചിട്ടില്ലെങ്കിൽ നടപ്പാക്കുകയില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. അവർക്ക് ഇരിക്കാൻ പറഞ്ഞാൽ കിടന്നു കൊടുക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ സൂംബ ഡാൻസ് ഏർപ്പെടുത്തി അതിനെയും എതിർത്തുവെന്നും വിദേശത്ത് നടപ്പാക്കിയതാണ് സർക്കാർ കൊണ്ടുവന്നതെന്നും അപ്പോഴേക്കും അത് മുസ്ലിം വിരുദ്ധമാണെന്ന് പറയുകയാണെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. കോടതി വിധി പ്രകാരമാണ് സ്കൂൾ സമയമാറ്റം നടത്തുന്നത്. കോടതി ഉത്തരവ് പ്രകാരം സമയം ക്രമീകരിച്ചപ്പോൾ ഓണവും ക്രിസ്മസും വെട്ടിച്ചുരുക്കി അഡ്ജസ്റ്റ് ചെയ്യാനാണ് സമസ്ത പറഞ്ഞതെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചിരുന്നു. ഓണവും ക്രിസ്മസും വെട്ടിക്കുറയ്ക്കാം, രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വെട്ടിക്കുറയ്ക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നും ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. VS അച്യുതാനന്ദൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്നും കേരളത്തിൽ മറ്റിടങ്ങളിൽ നിയമസഭാ മണ്ഡലം കുറഞ്ഞപ്പോൾ മലപ്പുറത്തെ 4 സീറ്റ് കൂടിയെന്നും മുസ്ലിം സമുദായം ജനസംഖ്യ വർദ്ധിക്കുവാൻ തുടങ്ങിയെന്നും നമ്മൾ ജനസംഖ്യ നിയന്ത്രിച്ചാൽ ഇല്ലാതാവുമെന്നും കേരളത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റ് കൂടുതൽ ചോദിക്കുമെന്നും മലബാറിന് പുറത്ത് തിരുക്കൊച്ചിയിലും അവർ സീറ്റ് ചോദിക്കുമെന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾ. എന്നിട്ട് അവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണെന്നും കേരളത്തിലെ ഈഴവർക്ക് ഏറ്റവും പ്രാധാന്യം കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണെന്നും നായാടി നസ്രാണി വരെയുള്ളവരുടെ കൂട്ടായ്മയാണ് ഇനി അനിവാര്യമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി നടത്തിയ ഈ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ സർക്കാരും പ്രതിപക്ഷവും മൗനം പാലിക്കുകയായിരുന്നു.